ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ചയായിരുന്നു, വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ വളരെ കുറച്ച് സമയത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് പുഴയിൽ പോയി ചൂണ്ടയിട്ടു കേട്ടോ. പെട്ടെന്ന് ഒരു മീനും കിട്ടി. നേരെ തിരിച്ചു പോന്നു, സമയമൊന്നും ഒരുപാട് കളഞ്ഞു കേട്ടോ. അപ്പോൾ നേരെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് ശരിയാക്കാട്ടോ. അപ്പൊ ഈ മീനിന്റെ പേരാണ് ആരൽ കേട്ടോ. നമ്മുടെ നാട്ടിൽ ആരൽ എന്ന് പറയും. ശരിക്കും ഇത് ഈൽ ഫിഷ് വിഭാഗത്തിൽ പെടുന്ന ഒരു മീനാണ്. അപ്പൊ നമുക്ക് ഇനി ഇത് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മീനാണ്. നെയ്യ് അങ്ങനെയൊക്കെ നെയ്യിന്റെ ഒരു രുചിയൊക്കെ ഉള്ളൊരു മീനാണ്. നല്ല മാംസമാണ്, അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള മുള്ളുകളുമാണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നന്നാക്കി എടുക്കാമോ. നന്നാക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ്. കാരണം ഇത് ചില ആളുകൾ ഈ ഒരു മീനെ ആളുകൾ എടുക്കില്ല, കിട്ടിയാലും അവർ വേണ്ടാന്ന് പറയും. ചില ആളുകൾ ഇതിനെ തൊലി കളയാതെ എന്ത് ചെയ്യും, വേവിക്കും അല്ലെങ്കിൽ കറി വെക്കും. അപ്പോൾ ശരിക്കും ഇതിനെ തൊലി കളഞ്ഞിട്ട് വെക്കുന്നതാണ് ഏറ്റവും രുചി. കാരണം ഈ തൊലി പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാംസമാണ്. അപ്പോൾ അമ്മ ഏതായാലും പണിയെടുത്ത് തൊലി ഏകദേശം കളയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൊലി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് വെണ്ണീരാണ് ആവശ്യം. അപ്പൊ ഇത് കളഞ്ഞിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ തൊലി കളയാതെ കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത് കേട്ടോ. തൊലി കളയുന്ന പരിപാടി ചില്ലറ പരിപാടിയല്ല, അത്യാവശ്യം മെനക്കേടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തൊലി കളയൽ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം സമയം മെനക്കെട്ടിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ രണ്ട് സൈഡത്തെയും തൊലി വളരെ നീറ്റായിട്ട് എന്തായിട്ടുണ്ട്, പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട ഒരു പാമ്പിനെ പോലെയൊക്കെ തോന്നുമെങ്കിലും ശരിക്കും ഇതൊരു പാമ്പോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മീനെ അല്ല. നമ്മുടെ മീനിന്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ ഒരു മീനിന്റെ തലയെടുക്കില്ല, അതേപോലെ തന്നെ വാലും എടുക്കില്ല കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങിനൊക്കെ ശേഷം ചിലപ്പോൾ വളരെ കുറച്ച് മീൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതിന് പറയുന്ന പേര് ആരൽ എന്നാണ്. പല നാട്ടിലും പല പേരാണ്. എല്ലാവരും കഴിക്കാൻ എടുക്കുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാട്ടത്. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ഇത്രേ ഉള്ളൂ കേട്ടോ. തലയും പോയി, വാലും പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഴുകിയെടുക്കാം കേട്ടോ. നല്ല പോലെ കഴുകിയെടുക്കാം. നേരത്തെ നമ്മൾ തേച്ച വെണ്ണീരൊക്കെ മീനിന്റെ മേലുണ്ടാവും. അപ്പോ ഏകദേശം ക്ലീനിങ് കഴിഞ്ഞു. ഇത് ഒന്നാം ഘട്ട ക്ലീനിങ് ആണ് കേട്ടോ. ഇനി പീസ് ആക്കിയിട്ട് നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ കഴുകിയെടുത്താൽ നമുക്കത് കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇട്ട് ഇനി നല്ല പോലെ എന്ത് ചെയ്യാണ്, ഒന്ന് തിരുമ്മി എടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആവും. മേലുള്ള ആ ഒരു പച്ച സംഭവങ്ങളൊക്കെ ഒന്ന് മീനിന്റെ മേലൊന്ന് പോകും കേട്ടോ. അപ്പോൾ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമുക്ക് കല്ലുപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ഉപ്പ് എടുത്തത് കേട്ടോ. അപ്പോൾ ഉപ്പെടുത്ത് ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ വറക്കാൻ പാകത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മീൻ മുറിച്ചെടുക്കുക കേട്ടോ. മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ കിട്ടാറുള്ള ഒരു മീനാട്ടോ ഈ ആരല് മീന്. ഒന്നോ രണ്ടോ ചിലപ്പോൾ കൂട്ടമായിട്ടൊക്കെ കിട്ടും കേട്ടോ. ഇത് ടേസ്റ്റ് ഉള്ള മീനാണ്, അതുകൊണ്ടാണ് ആൾക്കാർ ഇത് ഇതിനായിട്ടൊക്കെ ചൂണ്ടിടാനൊക്കെ പോകുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു മീൻ കൂടിയാണ് ഇത് ഈ ആരൽ മീൻ കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നല്ല തൂവെള്ള നിറത്തിലുള്ള മീൻ കഷ്ണങ്ങളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറമ്പിൽ പോവാം. ഒരു കറിവേപ്പില ഒന്നോ രണ്ടോ അല്ലി കറിവേപ്പില പറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് മീൻ വറക്കുന്ന സമയത്ത് ചട്ടിയിൽ വെച്ച് കൊടുക്കാനാണ് നമ്മൾ കറിവേപ്പില എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി മറ്റു പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ആദ്യം ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നേരെ നമ്മൾ മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി പൊടിക്കൂട്ടുകൾ റെഡിയാക്കുകയാണ്. ആദ്യമായിട്ട് 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കേണ്ട തിരക്കിലാണ്, അപ്പോൾ മാറ്റി വെക്കാൻ നമുക്ക് സമയമില്ല. മാറ്റി വെച്ചാൽ ടേസ്റ്റ് കൂടും, അത്രമാത്രം. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പാൻ വെച്ചു, അതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറിച്ചിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് വെച്ച് മീന് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിവേപ്പില വെച്ച് കൊടുത്തു. എണ്ണ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മീന് ഓരോന്നായിട്ട് നമ്മുടെ കറിവേപ്പിലയ്ക്ക് മേലെ ചട്ടിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാനും മാംസമൊക്കെ പാമ്പിന്റെ പോലെയാണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. പുഴമീൻ വിഭാഗത്തിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു മീനാട്ടത്.
ചിലപ്പോ ഒക്കെ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് മീൻ കിട്ടും. അതിൽ ഞാൻ കഴിക്കുന്ന ഒരേ ഒരു മീൻ ഇതാണ്. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശമൊക്കെ റെഡി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചൂണ്ടയിടാനും മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയുന്നൊരു ഒരു ഫീലാണ് കേട്ടത്. അതായത് ഒരുപാട് സമയമൊക്കെ നമ്മൾ പുഴയിൽ പോയി നമ്മൾ ആ മീന് പിടിക്കാൻ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ട് കുറേ സമയം അവസാനമായിരിക്കും ഒരു മീനെ കിട്ടും. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയോട്, അല്ല അമ്മ അത് ഉണ്ടാക്കി തരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരു ഫീലാണത്. അത് എത്ര ചെറിയ മീനോ വലിയ മീനോ ആവട്ടെ, നമുക്ക് അത് വറുത്തോ അല്ലെങ്കിൽ കറി വെച്ചൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക വികാരമാണ്. അപ്പോ നമ്മുടെ മീന് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മീന് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഈ ഒരു മീനിന്റെ കഷ്ണങ്ങൾ കണ്ടില്ലേ, നല്ല നെയ്യൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള, അത്രയും നല്ല അടിപൊളി ഒരു മീനാണ്. കാണാന് ഭംഗിയില്ലെങ്കിലും അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ മീന് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ചെറിയ പ്ലേറ്റ് വെച്ചു. ഇനി അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ നമുക്ക് പാമ്പിനെ പോലെ പിടിച്ച നമ്മുടെ ആരല് മീന് വറുത്ത് നമ്മുടെ ആ പ്ലേറ്റിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവര് അത് കഴിക്കാൻ അങ്ങനെയൊന്നും ഭാഗ്യം കിട്ടില്ല. അതേപോലെ പുഴയുടെ അടുത്ത് ഉള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. നമ്മുടെ മാർക്കറ്റിലോ അല്ലെങ്കിൽ കടൽ മത്സ്യമൊന്നും അല്ലത്. ഇത് പക്ക പുഴമീനാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അടിപൊളി ഫിഷ്.